അമേരിക്കയുടെ കൈവശമുള്ള ആണവായുധം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മൂർച്ചയുള്ള അമേരിക്കയ്ക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുധമാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ കൂടെ നിർത്തുന്നത്? ഇത് നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്. തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമാണ്. ഒസാമ ബിൻ ലാദനെ പിടികൂടിയത് പാകിസ്ഥാനിൽ നിന്നാണ്. ആ പാകിസ്ഥാനെതിരെ അമേരിക്ക യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ എന്തിനാണ് ഇങ്ങനെ പാമ്പർ ചെയ്യുന്നത്? അമേരിക്ക കൂടെ നിർത്തുന്നത് എന്തിനാണ്? അവിടെയാണ് അമേരിക്ക എന്ന് പറയുന്ന ലോകത്തെ നിലവിലെ സൂപ്പർ പവർ രാജ്യത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാനുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാകിസ്ഥാന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷനെ കുറിച്ച് ഇപ്പോഴും നമ്മുടെ ലോകത്തെ പ്രമുഖരായിട്ടുള്ള നിരവധി എക്സ്പേർട്സ് അഭിപ്രായപ്പെടാറുണ്ട്. കാരണം പാകിസ്ഥാന്റെ ഭാഗ്യമെന്ന് പറയുന്നത് ആ രാജ്യം സ്ഥിതി ചെയ്യുന്ന പൊസിഷൻ തന്നെയാണ്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തെ അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം, ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാം, അഫ്ഗാനെതിരെ ഉപയോഗിക്കാം, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കാം, ഇറാനെതിരെ ഉപയോഗിക്കാം, ഒരു പരിധിവരെ റഷ്യക്കെതിരെ ഉപയോഗിക്കാം. അതിനുമൊക്കെ അപ്പുറം വേണ്ടി വന്നാൽ ഇസ്രായേലിനെതിരെ വരെ ഉപയോഗിക്കാം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ട്രംപിൻ്റെ ആദ്യത്തെ ടൈമിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ എത്ര മികച്ച ലെവലിലായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പൂജകളും വഴിപാടുകളും ഭയങ്കരമായിട്ടുള്ള ക്യാമ്പയിനും ഒക്കെ നടന്നു. എന്തുകൊണ്ടാണ് ട്രംപിൻ്റെ അമേരിക്കയും മോദിയുടെ ഇന്ത്യയും തമ്മിൽ അത്ര അടുത്ത ബന്ധമാണ് കഴിഞ്ഞ ടൈമിൽ ഉണ്ടായിരുന്നത്? പക്ഷെ ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയ ട്രംപ് ഇന്ത്യ അമേരിക്ക റിലേഷൻ ഇപ്പോൾ എവിടെയാണ് കൊണ്ടുചെന്ന് നിർത്തിയിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. എത്ര മോശം അവസ്ഥയിലാണ് ആ റിലേഷൻ എന്ന് ആലോചിച്ച് നോക്കുക. ഇനി രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞാൽ, ബംഗ്ലാദേശും ഇന്ത്യയും എത്ര അടുത്ത സുഹൃത്തുക്കളായിരുന്നു, എത്ര ക്ലോസ് ആയിരുന്നു. ഇന്നിപ്പോൾ ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ, അമേരിക്കയും കാനഡയും എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇന്നിപ്പോൾ കീരിയും പാമ്പും പോലെയാണ്. യൂറോപ്പ് അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിലും മുൻപുണ്ടായിരുന്ന ഊഷ്മളമായ സഹകരണം ഇന്നും ഇപ്പോഴുമില്ല. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലോക രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ശാശ്വതമല്ല. സ്ഥിരമായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഉണ്ടാവുകയില്ല. ഇന്നിപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഭയങ്കര ക്ലോസ് ആണ്, വളരെ ഡീപ്പായിട്ടുള്ള സൗഹൃദമാണുള്ളത്. ഒരുപക്ഷെ അമേരിക്കയെ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഇസ്രായേലാണ്. ഇസ്രായേലും അമേരിക്കയും നമ്മളെപ്പോഴും പറയും അത് രണ്ടും രണ്ടല്ല ഒന്നാണ്. അത്രയും അടുപ്പമുണ്ട് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ. ഭാവിയിൽ ശത്രുക്കളായിക്കൂടെ ഇവർ രണ്ടുപേരും? തീർച്ചയായിട്ടും ഭാവിയിൽ ശത്രുക്കളാകാം. കാരണം ഒരു ഭരണാധികാരി വരികയാണ് അമേരിക്കയ്ക്കെതിരായിട്ട്. ഒരു തീവ്രമായ ഇസ്രായേൽ ജൂത ദേശീയവാദം പറയുന്ന ഒരു ഭരണാധികാരി വരുന്നു. അയാൾ അമേരിക്കൻ ഗവൺമെന്റിനും ഭരണകൂടത്തിനും എതിരെ പോകുന്നു. അയാളെ സപ്പോർട്ട് ചെയ്ത് ഇസ്രായേലിലെ ജനങ്ങൾ വരുന്നു. തിരഞ്ഞെടുപ്പിൽ അയാൾ ജയിക്കുന്നു, അധികാരത്തിലെത്തുന്നു. അമേരിക്ക ഇസ്രായേൽ ബന്ധം, കാനഡ അമേരിക്ക ബന്ധം മോശമായതുപോലെ, അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധം മോശമായതുപോലെ മോശമായിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഭാവിയിൽ മോശമായേക്കാം. അത്തരമൊരു സന്ദർഭത്തിൽ ഇസ്രായേലിന് മേൽ പ്രഷർ ചെലുത്താനായിട്ട് അമേരിക്ക എന്തും ചെയ്യും. ഇസ്രായേലിന് മേൽ പ്രഷർ ചെലുത്താൻ വേറെ മാർഗം അമേരിക്കയിൽ മുമ്പിലുണ്ടോ? ആ മാർഗമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ അറിയുന്നത് നല്ലതാണ്. പക്ഷേ അതിനൊപ്പം പ്രധാനപ്പെട്ടതാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് പോലെയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ, അവിടെ അമേരിക്കയുടെ സ്വാധീനം നിലനിർത്താൻ ഇന്ന് അമേരിക്ക ഇസ്രായേലിനെ ഉപയോഗിക്കുന്നുണ്ട്. ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ. ആ ജൂതരാഷ്ട്രത്തെ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയിലും ഒക്കെ അമേരിക്കയുടെ താല്പര്യങ്ങൾ നിലനിർത്താനും നിയന്ത്രിക്കാനുമായിട്ട് അമേരിക്കയുടെ വെസൽ സ്റ്റേറ്റ്സ് ഉണ്ട്. അത്തരത്തിലുള്ള അമേരിക്കയുടെ ഒരു സമാന്തര രാജ്യമാണ് പാകിസ്ഥാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പാകിസ്ഥാന്റെ പൊസിഷൻ. അതുപോലെയാണ് സൗത്ത് കൊറിയയും ഉത്തര കൊറിയയും ചൈനയുടെയും ഒക്കെ അടുത്ത് കിടക്കുന്ന സൗത്ത് കൊറിയ. അതുപോലെയാണ് ജപ്പാൻ, റഷ്യ, സൗത്ത് കൊറിയ, അതുപോലെ നോർത്ത് കൊറിയ, ചൈന, ഇതിൻ്റെയൊക്കെ അടുത്തായിട്ട് കിടക്കുന്ന ജപ്പാൻ. ഇതൊക്കെ അമേരിക്കയുടെ സ്വാധീനമുള്ള ഏഷ്യയിലുള്ള രാജ്യങ്ങളാണ്. സമാനമായിട്ടാണ് അവർ സ്വാധീനമുണ്ടാക്കാൻ മ്യാൻമറിൽ ശ്രമിക്കുന്നുണ്ട്, തായ്ലൻഡിൽ ശ്രമിക്കുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ ശ്രമിക്കുന്നുണ്ട്.
അതൊന്നും നടക്കാതെ പോവുകയാണ്. പക്ഷേ എന്തായാലും ഓൾറെഡി അവർക്ക് ജപ്പാനിലും സൗത്ത് കൊറിയയിലും പാകിസ്ഥാനും ഒക്കെ നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട്. ഇവിടെയൊക്കെ പല എയർബേസുകളും മിലിറ്ററി ബേസുകളും കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് തന്നെ അമേരിക്കയാണ്. പലത് രഹസ്യമായിട്ടാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക ഓരോ ഘട്ടങ്ങളിൽ ഉപയോഗിക്കും. നാളെ ഇസ്രായേൽ അമേരിക്കയുടെ എതിരെ തിരിഞ്ഞാൽ ഏതാണ്ട് വലിയൊരളവ് ലക്ഷക്കണക്കിന് ജൂതന്മാർ അമേരിക്കയിലുണ്ട്. അവർ വലിയൊരു വോട്ട് ബാങ്കാണ്. അപ്പോൾ നേരിട്ടൊരിക്കലും അമേരിക്ക ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിക്കാനോ യുദ്ധം ചെയ്യാനോ ഒന്നും പോകുന്നില്ല. കാരണം അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. പകരം അമേരിക്കയെ പാകിസ്ഥാൻ ഉപയോഗിക്കും. ചിലപ്പോൾ പലസ്തീന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടത്തിയതുപോലെ പാകിസ്ഥാനിലെ ഭീകരവാദികൾ പോയി ഇസ്രായേൽ ഒരു ഭീകരവാദം ആക്രമണം നടത്തുകയാണെങ്കിൽ എന്തുണ്ടാകും? ഇസ്രായേൽ പാകിസ്ഥാനെതിരെ തിരിയും. പാകിസ്ഥാൻ ഇസ്രായേലിനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകും. അവിടെ പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ്, ബലിസ്റ്റിക് മിസൈലുകൾ കയ്യിലുള്ള രാജ്യമാണ്, ഇറാനേക്കാൾ പവർഫുൾ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയുടെ സപ്പോർട്ടില്ലാതെ പാകിസ്ഥാനെ നേരിടാൻ കഴിയാത്ത ഒരു അവസ്ഥ വരും ഇസ്രായേലിന്. ഇസ്രായേൽ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു സാഹചര്യം വരും. ഒരു പ്രഷറിലൂടെ ആ ഒരു തന്ത്രത്തിലൂടെ സൃഷ്ടിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും. ഇത്തരത്തിൽ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ അമേരിക്ക പാകിസ്ഥാനെ തന്നെയായിരിക്കും ഭാവിയിൽ ഉപയോഗിക്കുക. കാരണം ലോകത്ത് അണുവായുധ കൈവശമുള്ള ഏക ഇസ്ലാമിക രാഷ്ട്രം പാകിസ്ഥാനാണ്. അപ്പോൾ ആ പാകിസ്ഥാൻ ഇസ്രായേലിനെതിരെ ഒന്നും ചെയ്യുന്നില്ല. കാരണം അത് ആവശ്യം വന്നാൽ എന്നെങ്കിലും ഒരിക്കൽ ഇസ്രായേൽ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞാൽ പാകിസ്ഥാനെ ഉറപ്പായിട്ടും അമേരിക്ക അന്ന് ഉപയോഗപ്പെടുത്തും. ഈ പാകിസ്ഥാനും പാകിസ്ഥാനിലെ തീവ്രവാദികളും മിലിറ്ററികളും എന്നൊക്കെ പറയുന്നത് അമേരിക്കയുടെ ഒരു പരിശീലന കേന്ദ്രം പോലെയാണ്. എങ്ങനെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെ കണ്ണടയ്ക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും ഭീകര സംഘടനകൾ പരസ്യമായിട്ട് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക അവയൊന്നും എതിർക്കാത്തത്? ഈ ഭീകര സംഘടനകളെ ഒക്കെ പല സന്ദർഭങ്ങളിൽ അമേരിക്ക, വിശേഷിച്ച് CIA ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവർ ഇനിയും ഈ ഭീകര സംഘടനകളെ ഉപയോഗിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് റഷ്യയ്ക്ക് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ബുദ്ധൻ്റെ ചിരിയിലൂടെ. അതേ മുന്നറിയിപ്പ് പോലെയാണ് ഇസ്രായേലും നൽകുന്നത്. ഇസ്രായേൽ കരുതിയിരിക്കുക, അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല. എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാൻ ഉപയോഗിച്ച് അവർ നിങ്ങളെ തകർക്കാം മാത്രമല്ല നിങ്ങളുടെ രാജ്യത്തെ പോലും അവർ നശിപ്പിക്കാം. ട്രംപ് ഇരിക്കുന്നത് വരെ ഒരിക്കലും അമേരിക്കയെ വിശ്വസിക്കാനോ നമ്പാനോ കഴിയില്ല. അത്രമാത്രം മോശമായ ഒരു രാജ്യമായി, നിലവാരമില്ലാത്ത ഒരു രാജ്യമായി അമേരിക്ക മാറുകയാണ്. അതുകൊണ്ട് തന്നെ ജൂതന്മാർക്ക് രക്ഷ വേണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അമേരിക്കയുമായുള്ള കൂട്ട് നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. ശത്രുവായി കാണണ്ട, പകരം ഒരകലം പാലിച്ച് നിർത്തിയാൽ രക്ഷ നിങ്ങൾക്ക് തന്നെ.